നവംബർ 16 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മാർഗരറ്റ് രാജ്ഞി, വിശുദ്ധ ജർത്രൂദ്, വിശുദ്ധ അഫാൻ, വിശുദ്ധ അഫ്രിക്കൂസ്, വിശുദ്ധ ആൽഫ്രിക്, വിശുദ്ധ ഗോബ്രെയിൻ. മഹാവിശുദ്ധയായ ജർത്രൂദ് 1256 1302 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജർത്രൂദ് ജീവിച്ചിരുന്നത്. 13ാം ശതാബ്ദത്തിലെ പ്രധാന മിസ്റ്റിക്കുകളിൽ ഒരാളായ വിശുദ്ധ ജർത്രൂദ് ജർമ്മനിയിൽ ഐസ്ലബൻ എന്ന നഗരത്തിൽ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത്. വിശുദ്ധ ജർത്രൂദിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പ്രത്യേകിച്ച് എവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 5 വയസ്സുള്ളപ്പോൾ അവളെ ഹെൽഫത്തായിലുള്ള സിസ്റ്റേഴ്സൻ ആശ്രമത്തിൽ വിശുദ്ധ മെക്റ്റിൽഡിൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഉത്തമമായിരുന്ന പ്രസ്തുത ആശ്രമത്തിൽ വിശുദ്ധ ജർത്രൂദ് വായനയിലും എഴുത്തിലും രചനയിലും ചിത്രകലയിലും അതിവേഗം പുരോഗമിച്ചിരുന്നു. 26ാമത്തെ വയസ്സ് മുതൽ മരണം വരെ തുടർച്ചയായി വിശുദ്ധ ജർത്രൂദിന് നിരവധി ദർശനങ്ങളുണ്ടായി. തന്നിമിത്തം ലൗകിക വിഷയങ്ങൾ ഒരു പുതിയ വെളിച്ചത്തിലാണ് അവൾ വീക്ഷിച്ചത്. മാത്രമല്ല, ലൗകിക വിഷയങ്ങൾക്ക് പകരം വിശുദ്ധ ഗ്രന്ഥവും സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളും വിശുദ്ധ ജർത്രൂദ് പഠനത്തിനും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തു. അവൾ ആത്മീയ ഗ്രന്ഥങ്ങൾ പകർത്തുകയോ പരിഭാഷപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ വിശുദ്ധ ജർത്രൂദ് മഠത്തിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധി ഉണ്ടാവുകയും കർത്താവ് സ്വർഗത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നത് കാണുകയും ചെയ്തു. ഒരു സ്വർഗാരോഹണ ദിവസം വിശുദ്ധ ജർത്രൂദ് മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗാനങ്ങളും ദൈവമാതാവിൻ്റെ കൃതജ്ഞതാസ്തോത്രവും ശ്രവിച്ചു. യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ദിവസം ശ്ലീഹ വിശുദ്ധ ജർത്രൂദിനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ആനയിച്ചു. ഈശോയുടെ തിരുഹൃദയത്തെപ്പറ്റി തൻ്റെ സുവിശേഷത്തിൽ ഒന്നും എഴുതാത്തത് എന്താണെന്ന് വിശുദ്ധ ജർത്രൂദ് ചോദിച്ചപ്പോൾ, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തേക്ക് ആ ദിവ്യഹൃദയത്തിൻ്റെ മധുരസ്പന്ദനങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്തതെന്ന് മറുപടി ലഭിച്ചു. അങ്ങനെ വിശുദ്ധ ജർത്രൂദ് തിരുഹൃദയത്തിൻ്റെ പ്രഥമ അപ്പസ്തോലയാണെന്ന് പറയപ്പെടുന്നു. 1281 വിശുദ്ധ ജർത്രൂദിന് യേശു ആദ്യ ദർശനം നൽകിയപ്പോൾ യേശു അവളെ മാനസാന്തരത്തിലേക്ക് വിളിച്ച് അവളോട് പറഞ്ഞു: ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുവാനും നിങ്ങൾക്ക് രക്ഷ നൽകുവാനുമാണ് വന്നിരിക്കുന്നത്. ദിവ്യ സ്നേഹപ്രഘോഷകൻ, ആധ്യാത്മിക അഭ്യാസങ്ങൾ, പ്രത്യേക കൃപാവര ഗ്രന്ഥം എന്നിവയാണ് വിശുദ്ധ ജർത്രൂദിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇന്ന് അവശേഷിച്ചിട്ടുള്ളത്. ആദ്യത്തേത് വിശുദ്ധ ജർത്രൂദിൻ്റെ സ്വയംകൃത ചരിതവും മൂന്നാമത്തേത് വിശുദ്ധ മെക്റ്റിൽഡിൻ്റെ ജീവചരിത്രവുമാണ്. കർത്താവെ, എൻ്റെ ദൃഷ്ടിയിൽ എത്രയും മഹാ അത്ഭുതം എന്നെപ്പോലുള്ള നിസ്സാരയായ ഒരു പാപിയെ ഭൂമി സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്നത്രേ വിശുദ്ധ ജർത്രൂദിൻ്റെ അഗാധമായ എളിമ വരച്ചു വച്ചിട്ടുള്ളത്. സ്നേഹവികാരങ്ങളും വിവരണങ്ങളും എന്ന വിശുദ്ധ ജർത്രൂദിൻ്റെ ഗ്രന്ഥം എത്രയും മനോഹരമാണെന്ന് പറയപ്പെടുന്നു. 1301 നവംബർ 17 46ാമത്തെ വയസ്സിൽ പനി പിടിപെട്ടാണ് വിശുദ്ധ ജർത്രൂദ് മരിച്ചത്. വാസ്തവത്തിൽ അതൊരു പനിയായിരുന്നില്ല, ദൈവസ്നേഹത്തിൻ്റെ ഒരു എരിച്ചിൽ ആണ് എന്നാണ് പറയപ്പെടുന്നത്. 1677 ക്ലെമന്റ് 12ാമൻ മാർപ്പാപ്പ ജർത്രൂദിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ബെനഡിക്ട് 14ാമൻ മാർപ്പാപ്പ ജർത്രൂദിന് മഹാവിശുദ്ധ എന്ന സ്ഥാനം നൽകി. ജർത്രൂദ് മഹതി എന്ന് വിളിക്കപ്പെടുന്ന ഏക വിശുദ്ധയാണ് വിശുദ്ധ ജർത്രൂദ്. ശുദ്ധീകരണ സ്ഥലത്തെ വിശുദ്ധ ആത്മാക്കളോടുള്ള വിശുദ്ധ ജർത്രൂദിൻ്റെ പ്രത്യേക ഭക്തി പരിഗണിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷാധികാരിയായിട്ട് തിരുസഭ വിശുദ്ധ ജർത്രൂദിനെ അംഗീകരിച്ചിരിക്കുന്നു. ഒരിക്കൽ ഈശോ വിശുദ്ധ ജർത്രൂദിനോട് ഒരു പ്രാർത്ഥന നൽകിക്കൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി: ഓരോ തവണയും ഭക്തിയോടെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കുമെന്ന് ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: നിത്യപിതാവേ, ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ പരിശുദ്ധാത്മാക്കൾക്കും, എല്ലായിടത്തുമുള്ള പാപികൾക്കും, സാർവത്രിക സഭയിലെ പാപികൾക്കും, എന്നിലെ പാപികൾക്ക് വേണ്ടിയും ഇന്ന് ലോകമെമ്പാടുമുള്ള കുർബാനകളോട് ഐക്യപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ ദിവ്യപുത്രനായ യേശുവിൻ്റെ ഏറ്റവും വിലയേറിയ രക്തം
ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലും. ആമേൻ. വിശുദ്ധ ജർത്രൂദേ, ലോകമെമ്പാടുമുള്ള ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.